ഹായ് ഓൾ, വെൽക്കം ടു ക്ലാസ്മേറ്റ് ലേണിംഗ്. അപ്പോൾ നമ്മളിപ്പോൾ കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർക്ക് യൂസ്ഫുൾ ആവുന്ന രീതിയിൽ മാത്തമാറ്റിക്സിനെ ബേസ് ചെയ്തിട്ടുള്ള വീഡിയോ സീരീസാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ അതിൽ നമ്മൾ നമ്പേഴ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ നമ്മൾ കഴിഞ്ഞ 2 വീഡിയോസിലായിട്ട് നോക്കി. സംഖ്യകളുടെ വർഗീകരണം, എന്താണ് നമ്പേഴ്സ് എന്നുള്ള ബേസിക്സ് അറിയുക. ദെൻ അതിൻ്റെ നെക്സ്റ്റ് നമ്പേഴ്സിന് തന്നിട്ട് 2 നമ്പേഴ്സിന് കിട്ടിയാൽ നമുക്ക് അതിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ, അതിൻ്റെ ലസാഗു, ഉസാഖ, LCM ആൻഡ് HCF, അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. പലർക്കും പറഞ്ഞു കേട്ടിട്ടുണ്ട് കോമ്പറ്റേറ്റീവ് എക്സാം വരുമ്പോൾ മാത്സിന് ഒരുപാട് പേര് വളരെ ഭീതിയോടെയാണ് നോക്കി കാണുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ആവശ്യമില്ല. കാരണം നമ്മൾ ബേസിക്സ് ക്ലിയർ ആയി കഴിഞ്ഞാൽ മാത്സിൽ നമുക്ക് ഏത് ഏരിയയിൽ നമുക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻസ് വന്നാലും ചെയ്യാനുള്ള ഒരു എബിലിറ്റി ഉണ്ടാവും. അപ്പോൾ ബേസിക്സ് ക്ലിയർ ആക്കുക, അതാണ് നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഈ വീഡിയോ സീരീസിൽ ആദ്യം നമ്മൾ ബേസിക്സ് ആണ് ക്ലിയർ ആക്കുക. ഈ നമ്പേഴ്സ്, ക്ലാസിഫിക്കേഷൻ, LCM, HCF, റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ, അംശബന്ധം, അനുപാതം, അങ്ങനത്തെ കാര്യങ്ങൾ, അതിനെക്കുറിച്ചുള്ള ഫ്രാക്ഷൻസിൻ്റെ ഓപ്പറേഷൻ, ഓക്കെ, അതിനെക്കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചതിന് ശേഷമേ നമ്മൾ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുള്ളൂ. അപ്പോൾ ബേസിക്സ് ക്ലിയർ ആയാൽ നമുക്ക് ഈസിയാണ്. ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യണമെന്നുള്ള കാര്യം നമുക്കറിയാൻ പറ്റും. സോ ആദ്യം നമ്മൾ ഈ ഒരു ക്ലാസിഫിക്കേഷനിൽ പോകുന്നു. അതിൽ നമ്മൾ അടുത്ത നമ്പേഴ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ കഴിഞ്ഞു. അടുത്ത് വരുന്നത് LCM ആൻഡ് HCF. അപ്പോൾ ഇംഗ്ലീഷ് മീഡിയംകാർക്കും മലയാളം മീഡിയംകാർക്കും ഒരുപോലെ ഈ വീഡിയോ യൂസ്ഫുൾ ആണ്. കാരണം പരീക്ഷയിൽ ഇംഗ്ലീഷിലും ക്വസ്റ്റ്യൻസ് ഉണ്ടാവാം, മലയാളത്തിലും ക്വസ്റ്റ്യൻസ് ഉണ്ടാവാം. സോ അങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പർ ഏത് മീഡിയം ആയിരുന്നാലും നമുക്ക് പരീക്ഷ എഴുതാൻ പറ്റണം അല്ലേ. ഇംഗ്ലീഷ് മീഡിയം പഠിച്ച ആളാണെന്ന് പറഞ്ഞ് മലയാളത്തിൽ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എഴുതാതിരിക്കാൻ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പഠിക്കുമ്പോൾ എന്ത് ചെയ്യുക, മലയാളവും ഇംഗ്ലീഷും ക്ലിയർ ആയിട്ട് അറിഞ്ഞ് തന്നെ എന്ത് ചെയ്യുക, പഠിക്കുക. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലേക്ക് പോവാം. LCM ആൻഡ് HCF, അതായത് ലസാഗുവും ഉസാഖയും. എന്താണ് LCM എന്ന് പറഞ്ഞാൽ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ, ആൻഡ് HCF ഹയസ്റ്റ് കോമൺ ഫാക്ടർ. ലസാഗു, LCM എന്ന് പറഞ്ഞാൽ അതിന്റെ മലയാളം എന്താണ്, ലസാഗു, അതായത് ലഘുതമ സാധാരണ ഗുണിതം. HCF അതിന്റെ മലയാളം ഉത്തമ സാധാരണ ഘടകം. ഓക്കെ, അപ്പോൾ ഇതെന്താണ് നമുക്ക് എന്ത് ചെയ്യാം, ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സോ ഫസ്റ്റ് വൺ, ലസാഗു, ലഘുതമ സാധാരണ ഗുണിതം അഥവാ LCM, ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ. 2 അതിലധികമോ സംഖ്യകളുടെ ഏറ്റവും ചെറിയ പൊതുഗുണിതമാണ് അവയുടെ ലസാഗു അഥവാ ലഘുതമ സാധാരണ ഗുണിതം. ഓക്കെ, 2 അതിലധികമോ സംഖ്യകൾ തന്നിരുന്നാൽ മാത്രമേ നമുക്കിവിടെ LCMോ HCF ലസാഗുവോ ഉസാഖയോ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അങ്ങനെ 2 അധികമോ സംഖ്യകൾ തന്നിരുന്നാൽ അതിന്റെ ഏറ്റവും ചെറിയ പൊതുഗുണിതമാണ് അവയുടെ ലസാഗു. ഓക്കെ, ഇനി എന്താണ് ഉസാഖ അഥവാ ഉത്തമ സാധാരണ ഘടകം, എന്തായിരിക്കും അത് നമുക്ക് നോക്കാം. ഉസാഖ അഥവാ ഹയസ്റ്റ് കോമൺ ഫാക്ടർ എന്ന് പറഞ്ഞാൽ 2 അതിലധികമോ സംഖ്യകളുടെ ഏറ്റവും വലിയ പൊതുഘടകമാണ് അതിന്റെ ഉസാഖ. അതായത് ഹയസ്റ്റ് കോമൺ ഫാക്ടർ, പൊതുഘടകം, കോമൺ ഫാക്ടറാണ് അതിൽ ഹയസ്റ്റ്. ഓക്കെ, സാധാരണ വരുന്ന അതിന്റെ ഘടകമാണ് അതിൽ ഉത്തമമായിട്ടുള്ള, ഉത്തമം മീൻസ് വലുത് എന്നുള്ള അർത്ഥത്തിൽ കേട്ടോ, ഉത്തമമായിട്ടുള്ള സാധാരണ ഘടകം, ഹയസ്റ്റ് കോമൺ ഫാക്ടർ. അപ്പോൾ അതാണ് എന്ത്, ഉസാഖ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലസാഗുവിൽ നമുക്ക് എന്ത് വേണം, ലഘുതമ സാധാരണ ഗുണിതമാണ്. 2 സംഖ്യകളിൽ നിന്ന് അവയുടെ മൾട്ടിപ്പിൾസ് വേണം. ഗുണിതമാണ് വേണ്ടത്. സോ അതിന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ലസാഗു കണ്ടുപിടിക്കാം. ദെൻ ഫാക്ടറൈസേഷൻ, ഘടകങ്ങളാക്കാൻ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഉസാഖയും കണ്ടുപിടിക്കാം കേട്ടോ. ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാൻ പറ്റിയാൽ ഉസാഖയും കണ്ടുപിടിക്കാം. അപ്പോൾ ഇതിന്റെ ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ നമുക്ക് ആദ്യത്തെ ഒരു എക്സാമ്പിൾ എടുത്തിട്ട് നോക്കാം. സോ 4,6, 4,6ന്റെ LCMും HCF, ഈ തന്നിരിക്കുന്നതിന്റെ എല്ലാ LCMും HCF നമുക്ക് കണ്ടുപിടിക്കാം കേട്ടോ. സോ ഇതിന്റെ LCM, ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ, നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം, ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ, അതായത് ലസാഗു എന്ന് പറയുന്ന സാധനം നമുക്ക് എങ്ങനെയാണ്, ലസാഗു ഞാൻ തൽക്കാലം LCM എന്ന്, ലസാഗു എന്ന് പറഞ്ഞാൽ LCM ആണെന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, ഇതോടെ മനസ്സിലാക്കിക്കോളൂ കേട്ടോ. സോ LCM കണ്ടുപിടിക്കാൻ പോകുമ്പോൾ നമുക്ക് എന്താണ്, കോമൺ മൾട്ടിപ്പിൾ വേണം അല്ലെ. ഇതിന്റെ മൾട്ടിപ്പിൾസ് ആദ്യം എഴുതണം, 4ന്റെയും 6ന്റെയും. സോ 4ന്റെ മൾട്ടിപ്പിൾസ് എന്തൊക്കെ എഴുതാം, 4 ഗുണിതങ്ങൾ, 4ന്റെ ഗുണിതങ്ങൾ എന്ത് എഴുതണം, 4, 8, 12, 16, 20, 24, അങ്ങനെ തുടർന്ന് പോകുന്നു അല്ലെ. ഇനി 6ന്റെ ഗുണിതങ്ങൾ എഴുതിയാലോ, 6ന്റെ എന്തൊക്കെ വരും, 6, 12, 18,
24 അങ്ങനെ തുടർന്ന് പോകുന്നു. അപ്പോൾ ഇവിടെ പറയുന്നതാണ് ലഘുതമ സാധാരണ ഗുണിതം അല്ലെ, LCM, ലഘുതമ സാധാരണ ഗുണിതം, ലസാഗു അല്ലെ, ലസാഗു എന്ന് പറയുമ്പോൾ ഈ ഗുണിതം സാധാരണ ഗുണിതം അല്ലെങ്കിൽ കോമൺ മൾട്ടിപ്പിളിൽ ഏറ്റവും ലീസ്റ്റ്. കോമൺ മൾട്ടിപ്പിൾസ് ഏതൊക്കെയാ? ഈ 4ന്റെ 6ന്റെ മൾട്ടിപ്പിൾസിൽ കോമൺ ആയിട്ട് ഏതാ വരിക? 12 ഉണ്ട് അല്ലെ, 12. നോക്കൂ, രണ്ടിലും 12, 12 കോമൺ ആണ്. അടുത്ത ഏതാ ഉള്ളത്? 24 കോമൺ ആണ്. അപ്പോൾ കോമൺ ആയിട്ട് മൾട്ടിപ്പിൾസ് ഒരുപാട് ഉണ്ടാവും, പക്ഷെ അതിൽ ഏറ്റവും ലീസ്റ്റ്, അതാണ് ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ. ഓക്കെ, ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾസിൽ ഏറ്റവും ലീസ്റ്റ്. സാധാരണ ഗുണിതങ്ങളിൽ, രണ്ടിലും പൊതുവായി വരുന്ന പൊതു ഗുണിതങ്ങളിൽ അല്ലെങ്കിൽ സാധാരണ ഗുണിതങ്ങളിൽ ഏറ്റവും ലഘുവായിട്ടുള്ളത്, അതാണ് ലഘുതമ സാധാരണ ഗുണിതം കേട്ടോ. അപ്പോൾ ഇതിൽ ഏതാ വരിക? 12 ആണ് വരിക അല്ലെ, 12 ആണ് LCM എന്നുള്ള രീതിക്ക് നമുക്ക് എന്ത് ചെയ്യാം കിട്ടുക. ഇനി HCF, ഹയസ്റ്റ് കോമൺ ഫാക്ടർ അഥവാ ഉസാഖ എന്ന് പറഞ്ഞാൽ ഉത്തമ സാധാരണ ഘടകം. അതെങ്ങനെ കണ്ടുപിടിക്കും? 4നെയും 6നെയും എന്ത് ചെയ്യുക? ഫാക്ടറൈസ് ചെയ്യുക. 4ന്റെ ഫാക്ടേഴ്സ് എഴുതി എന്തൊക്കെ വരും? 4ന്റെ ഘടകങ്ങൾ എന്തൊക്കെയാണ്? 1, 2, 4. ഇത് 2ആണ്, ഇത് 3ആണ് എന്ത്? 4ന്റെ ഘടകങ്ങൾ എന്ന് പറയുന്നത്. ഘടകങ്ങൾ കണ്ടുപിടിക്കാൻ അറിയാം അല്ലേ? ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാതെ നമ്മൾ എടുത്തിട്ട് എന്ത് ചെയ്യും? 1 എല്ലാത്തിൻ്റെ ഫാക്ടറാണ്. സോ ഇതിന് 2 കൊണ്ട് ഫാക്ടറൈസ് ചെയ്ത് 2 കിട്ടും അല്ലേ? അപ്പോൾ 2, 4, 1 അവയാണെന്ത്? ഇതിൻ്റെ ഫാക്ടേഴ്സ്. ഇപ്പോൾ 2 കൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ 1 കിട്ടും. സോ ഫാക്ടേഴ്സ് എന്താ? 1, 2, 4 ഇവയാണ് ഫാക്ടേഴ്സ് വരിക. 1, 2, 4 വരുന്നു. ഇനി 6ന്റെ എടുത്താലോ? 6ന്റെ എടുത്തു കഴിഞ്ഞാൽ 2 കൊണ്ട് ഫാക്ടറൈസ് ചെയ്ത് കഴിഞ്ഞാൽ 3 വരും. 3 എടുത്തു കഴിഞ്ഞാൽ 1 വരും. സോ 1, 2, 3, 6. 1, 2, 3, 6 ഇവയാണെന്ത്? ഇതാണ് ഇതിൻ്റെ ഫാക്ടേഴ്സ്. ഇതിൽ ഉത്തമ സാധാരണ ഘടകം അല്ലെ, ഹയസ്റ്റ് കോമൺ ഫാക്ടേഴ്സ്. ഇതിൽ കോമൺ ഫാക്ടേഴ്സ് ഏതൊക്കെയുണ്ട്? ഇതിൽ കോമൺ ഫാക്ടർ എന്ന് പറഞ്ഞാൽ 2 ഫാക്ടേഴ്സ് മാത്രമേ ഉള്ളൂ അല്ലേ, രണ്ടിലും 2 മാത്രമേ ഉള്ളൂ കോമൺ ഫാക്ടർ. ഇനി ഒരു കോമൺ ഫാക്ടർ വന്നു കഴിഞ്ഞാൽ അതിൽ ഏറ്റവും വലുത് ഏതാണ്? അതെടുക്കുക. ഇതിനേക്കാൾ വലിയൊരു കോമൺ ഫാക്ടർ വന്നാൽ അതെടുക്കുക കേട്ടോ. ഇവിടെ നമുക്ക് കോമൺ ഫാക്ടർ ഒരെണ്ണേ ഉള്ളൂ. സോ 2 ആണ് ഇവിടുത്തെ HCF. അപ്പോൾ ഇതാണ് ഇതിലെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. അല്ല വേറെ ഇത് വലിയ സംഭവങ്ങളൊന്നും ഇല്ല. ഇനി ഇത് രണ്ടും നമുക്ക് സിമ്പിളായിട്ട് സിംഗിൾ സ്റ്റെപ്പിൽ അല്ലെങ്കിൽ ഒരേ ഇതിൽ ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റുന്നത് എങ്ങനെയാണ്? അതാണ് നമുക്കിവിടെ ഒന്ന് നോക്കേണ്ട കാര്യം. അതായത് ഇവിടെ 4ഉം 6ഉം തന്നിട്ടുണ്ട്. 4ഉം 6ഉം. സോ 4ഉം 6ഉം നമുക്ക് ഇങ്ങനെ എഴുതാം. ഞാൻ ഈ ഫാക്ടറൈസ് ചെയ്ത് ഞാൻ ജസ്റ്റ് ഒന്ന് ഇറേസ് ചെയ്യാം. ഇറേസ് ചെയ്തിട്ട് നമുക്ക് 4ഉം 6ഉം കൂടെ ഒരുമിച്ച് എങ്ങനെയാണ് നമ്മൾ HCFും LCMും കണ്ടുപിടിക്കുന്നതെന്ന് ആദ്യം നോക്കാം. സോ 4,6 ഫാക്ടറൈസ് ചെയ്യുക. ഈ 2 നമ്പേഴ്സിന്റെ ഫാക്ടേഴ്സ്, കോമൺ ഫാക്ടേഴ്സ് എടുക്കുക. കോമൺ ആയിട്ട് എന്തുണ്ട്? 2 ഉണ്ടല്ലേ, 2 ഉണ്ട്. 2 എടുത്തു കഴിഞ്ഞാൽ ബാക്കി നമുക്ക് എന്ത് വരും? ഇവിടെ 4ൽ 2 റിമൈനിങ്, ഇവിടെ 6ൽ എന്ത് വരും? 6ൽ 2 എത്ര പ്രാവശ്യം പോകും? 3 പ്രാവശ്യം. ഇനി ഇതിൽ കോമൺ ആയിട്ട് എന്തെങ്കിലും എടുക്കാനുണ്ടോ? ഇത് രണ്ടിലും കോമൺ ആയിട്ട് എന്തെങ്കിലും എടുക്കാനുണ്ടോ? കോമൺ ആയിട്ട് ഒന്നും എടുക്കാനില്ല. ഇവിടെ 2 മാത്രമേ കോമൺ ആയിട്ട് എടുക്കാണ്ടായിരുന്നുള്ളൂ. സോ നമ്മുടെ HCF എന്ന് പറയുന്നത് എന്തായിരിക്കും? 4ന്റെയും 6ന്റെയും HCF 2 ആണ് അല്ലേ, ഇവിടെ കിട്ടിയ പോലെ 4ന്റെയും 6ന്റെയും HCF 2 ആണ്. ഇനി LCM എന്താ? ഇതിൽ നിന്ന് കോമൺ ആയിട്ട് എന്തെങ്കിലും എടുക്കാനുണ്ടോ? ഒന്നും എടുക്കാനില്ല. അപ്പോൾ LCM എന്ന് പറയുന്നത് ഇതിന്റെ പ്രോഡക്റ്റ് ആയിരിക്കും കേട്ടോ. 2 × 2 × 3 നോക്കൂ, 2 × 2 4, 4 × 3 12 അല്ലേ, 2 × 2 4, 4 × 3 12. 12 ആണ് ഇവിടുത്തെ LCM എന്ന് വരിക. നോക്കൂ, LCM 12 നമുക്ക് നേരത്തെ കിട്ടിയായിരുന്നു അല്ലേ. അപ്പോൾ അങ്ങനെയെങ്കിൽ നമുക്ക് 8ഉം 12 നോക്കിയാലോ. 8ഉം 12ഉം 8, 12, 8, 12. ഇവിടെ കോമൺ ഫാക്ടർ ആയിട്ട് നമുക്ക് ആദ്യം എന്തെടുക്കാം? നിങ്ങൾക്ക് ഇത് നമ്മൾ നോക്കിയാൽ തന്നെ അറിയാം എന്താണ് ഇത്? 4ന്റെ മൾട്ടിപ്പിൾസ് ആണ് അല്ലേ, 4ന്റെ മൾട്ടിപ്പിൾസ് ആണ്. ആ 4ന്റെ മൾട്ടിപ്പിളിൽ നമുക്ക് എന്ത് ചെയ്യാം? 4 നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ 2 ഈവൻ നമ്പർ ആയതുകൊണ്ട്, 2 ഇരട്ട സംഖ്യ ആയതുകൊണ്ട് 2 നമുക്ക് എടുക്കാം. സോ 8ൽ എത്ര പ്രാവശ്യം ഉണ്ട്? 2, 4 പ്രാവശ്യം. 12ൽ എത്ര പ്രാവശ്യം ഉണ്ട്? 6 പ്രാവശ്യം ഉണ്ട്. വീണ്ടും നമുക്ക് പൊതുവായിട്ട് എടുത്തൂടെ? 2 പൊതുവായിട്ട് എടുക്കാൻ പറ്റും അല്ലേ, 2 കോമൺ ആയിട്ട് എടുത്തു. അപ്പോൾ ബാക്കി എന്ത് തോന്നുന്നു? 4ൽ എത്ര പ്രാവശ്യം ഉണ്ട്? 2 പ്രാവശ്യം ഉണ്ട്, 2 ടൈംസ്. 6ൽ 3 ടൈംസ്. ഇനി ഇതിൽ എന്തെങ്കിലും കോമൺ ആയിട്ട് എടുക്കാനുണ്ടോ? ഇനി ഇതിൽ കോമൺ ആയിട്ട് എടുക്കാൻ എന്തെങ്കിലും ഉണ്ടോ? 2ലും 3ലും ഇല്ല. അപ്പോൾ ഇതുവരെ കിട്ടിയ ഇത് കണ്ടോ, ഈ 2ഉം 2ഉം. അപ്പോൾ 2 × 2 നമ്മുടെ HCF എന്ന് പറയുന്നത് ഈ കോമൺ ആയിട്ട് എടുത്ത നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ് ആണ്. 2 × 2 ദാറ്റ് ഈസ് 4. വാട്ട് ഈസ് LCM?
LCM ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ അഥവാ ലസാഗു എന്താണ്? ഇതിന്റെ എല്ലാത്തിൻ്റെയും കൂടെ പ്രോഡക്റ്റ് ആണ്. അതായത് 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 3 എന്ത് വരും? 2 ഇൻറ്റു 2 4, 4 ഇൻറ്റു 2 8, 8 ഇൻറ്റു 3 24 ഉണ്ടോ LCMഉം HCF. അപ്പോൾ നമുക്ക് ഇതിൽ നിന്നൊരു കാര്യം ഇനി മനസ്സിലാക്കണം. ഇനി അങ്ങോട്ടുള്ള കണക്കുകൾ ചെയ്യുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ചെയ്യുന്നതിൽ LCM എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒന്നുകിൽ വലിയ മൾട്ടിപ്പിൾ ആവും, വലിയ നമ്പർ ആവും, തന്നിരിക്കുന്നതിൽ വലിയ നമ്പറോ അല്ലെങ്കിൽ വലിയ നമ്പറിന്റെ മൾട്ടിപ്പിളോ ആയിരിക്കും കേട്ടോ. രണ്ട് നമ്പേഴ്സിന്റെ LCM എന്ന് പറയുന്നത് ആ തന്നിരിക്കുന്നതിൽ വലിയ നമ്പറോ അല്ലെങ്കിൽ അതിനേക്കാൾ വലിയ നമ്പറോ ആയിരിക്കും. ആ വലിയ നമ്പറിന്റെ മൾട്ടിപ്പിളോ ആയിരിക്കും. തന്നിരിക്കുന്നതിൽ വലിയ നമ്പറോ അല്ലെങ്കിൽ അതിനേക്കാൾ അതിന്റെ മറ്റൊരു മൾട്ടിപ്പിൾ ആയിരിക്കും. സോ ആദ്യത്തെ കണക്ക് നോക്കിയാൽ 4ഉം 6 നിന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ LCM എന്താണ്? 6 ആയിരിക്കാം അല്ലെങ്കിൽ 6ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കാം. 6ൽ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. സോ 6ന്റെ അടുത്ത മൾട്ടിപ്പിൾ എന്താണ്? 12. 12ൽ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. സോ 12 ആണ് ഇവിടുത്തെ LCM. അടുത്ത് ഇവിടെ 8ഉം 12ഉം 8ഉം 12ഉം നോക്കുമ്പോൾ ഒന്നുകിൽ 12 ആവാം LCM, അല്ലെങ്കിൽ അതിനേക്കാൾ വലിയ മൾട്ടിപ്പിൾ, അതിന്റെ മൾട്ടിപ്പിൾ ആവാം, 12ന്റെ മൾട്ടിപ്പിൾ ആവാം. 12ൽ 8 നമുക്ക് എന്തില്ല കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് പോകില്ല. സോ 12ന്റെ അടുത്ത മൾട്ടിപ്പിൾ എന്താണ്? 24. 24 എന്ന് പറയുന്നത് എന്താണ്? 8ന്റെ മൾട്ടിപ്പിൾ ആണ്. സോ LCM എന്താണ്? 24 ആണ്. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് കൂടെ മനസ്സിൽ വെച്ചേക്കുക. അങ്ങനെയെങ്കിൽ ഈ ക്വസ്റ്റ്യൻസിൽ എങ്ങനെയായിരിക്കും നമുക്ക് ആൻസർ പെട്ടെന്ന് പറയാൻ പറ്റുക? 18 ഒന്നുകിൽ 18 ആയിരിക്കും LCM. 18 LCM ആവണമെങ്കിൽ 18നെ 12 കൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റണം, ഹരിച്ച് കളയാൻ പറ്റണം. 18/12 കംപ്ലീറ്റ് ആയിട്ട് ഡിവിസിബിൾ ആവോ? ഇല്ല. ഇനി നോക്കേണ്ടത് 18ന്റെ മൾട്ടിപ്പിൾ ആണ്. 18ന്റെ അടുത്ത മൾട്ടിപ്പിൾ എന്താ വരിക? 36. 36ൽ നമുക്ക് 12 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? പറ്റും. 3 പ്രാവശ്യം പോകും അല്ലേ? 36ൽ 12 എത്ര പ്രാവശ്യം പോകും? 3 പ്രാവശ്യം പോകും. സോ ഇവിടുത്തെ LCM എന്തായിരിക്കും? അത് 18 ആയിരിക്കും. സോറി 36 ആയിരിക്കും. 36 ആയിരിക്കും കേട്ടോ. അപ്പൊ ഇങ്ങനെ ചിന്തിച്ചു എന്ത് ചെയ്യാം? ഈ കണക്ക് ചെയ്യാതെ തന്നെ നമുക്ക് ചിന്തിച്ചു എന്ത് ചെയ്യാം? ആൻസർ കണ്ടുപിടിക്കാം. ഇനി അത് ചെയ്ത് കണ്ടുപിടിക്കണമെങ്കിൽ ഇതാണ് 12,18 എന്ത് കിട്ടും? 12ഉം 18ഉം കൂടെ ചെയ്യുമ്പോൾ നമുക്ക് ഇതിൽ കോമൺ ആയിട്ട് എന്തെടുക്കാം? നമുക്കറിയാം ഇത് 3ന്റെ മൾട്ടിപ്പിൾ ആണ്. കണ്ടാൽ തന്നെ അറിയുന്നതാണ് ഇത് 3ന്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പൊ 2 എടുക്കണമെങ്കിൽ 2 എടുക്കാം, 3 വേണമെങ്കിൽ 3 എടുക്കാം. ഓക്കെ, ഇത് 3ന്റെ മൾട്ടിപ്പിൾ ആണ്. 3ൽ എത്ര പ്രാവശ്യം പോവും? 12ൽ എത്രയുണ്ട്? 4 ടൈംസ് ഉണ്ട് അല്ലേ? ഇനി 18ൽ 6 ടൈംസ്. ഇനി നോക്കൂ 2, ഇത് ഓൾറെഡി 6ന്റെ മൾട്ടിപ്പിൾസ് ആണ്. ഇനിവേ നിങ്ങൾക്ക് ഞാൻ ഒരു വലിയ വാല്യൂലേക്ക് പോകാതെ ചെറിയ വാല്യൂ കൊണ്ട് ചെയ്യുകയാണ് കേട്ടോ. സോ 4ൽ 2 ടൈംസ്, 6ൽ 3 ടൈംസ്. ഇനി ഇതിന് കോമൺ ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇതിന് കോമൺ ആയിട്ടൊന്നുമില്ല. അതുകൊണ്ട് 3ഉം 2ഉം അതിന്റെ പ്രോഡക്റ്റ് എടുക്കുക. എന്താണ്? HCF എന്താണ്? HCF ഈ കോമൺ ആയിട്ട് വരുന്ന നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ് ആണ്. എന്താണ്? 2 ഇൻറ്റു 3 6 ആണ് എന്ത് വരിക? HCF വരിക. ഇനി LCM എന്ത് വരും? LCM ഇതിന്റെ എല്ലാം പ്രോഡക്റ്റ് ആണ്. 3 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 3, 3 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 3, 3 ഇൻറ്റു 2 6, 6 ഇൻറ്റു 2 12, 12 ഇൻറ്റു 3 36 ആണ് LCM. കണ്ടോ ഇവിടെ നമ്മൾ പറഞ്ഞില്ലേ 36. അങ്ങനെയെങ്കിൽ ഇതെടുത്താലോ? 24ഉം 15ഉം 24ഉം 15ഉം എടുത്താൽ നമുക്ക് എന്ത് പറയാം? ഒന്നുകിൽ 24 ആയിരിക്കും. 24 ആവണമെങ്കിൽ 24/15 നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഡിവിസിബിൾ ആവണം. ഡിവിസിബിൾ ആവോ? ഇല്ല. 24/15 24/15 കംപ്ലീറ്റ് ആയിട്ട് ഡിവിസിബിൾ അല്ല. അങ്ങനെയെങ്കിൽ 24ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. 24ന്റെ മൾട്ടിപ്പിളിൽ എവിടെയാണോ 15 നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത് അതായിരിക്കും നമ്മുടെ LCM എന്ന് പറയുന്നത്. അപ്പോൾ 24ന്റെ മൾട്ടിപ്പിൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ പോസിബിൾ ആയിട്ടുള്ളത് മൾട്ടിപ്ലൈ ചെയ്ത് നിങ്ങൾ കുറെ കണക്ക് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും 120 ആയിരിക്കും. ഇനി അത് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ എന്ത് ചെയ്യാം? നമുക്ക് ചെയ്ത് കണ്ടുപിടിക്കാം. 24 ഇതിന്റെ ആൻസർ 120 ആണ് കേട്ടോ LCM. സോ 24 15. അപ്പോൾ അതിൽ നോക്കിയാൽ നമുക്കറിയാം എന്താണ്? 3ന്റെ മൾട്ടിപ്പിൾസ് ആണ് 2 അല്ലെ? 3ന്റെ മൾട്ടിപ്പിൾസ് ആണ്. 3ൽ 24 എത്ര പ്രാവശ്യമുണ്ട്? 8 ടൈംസ് അല്ലെ? 8 ടൈംസ്. 15 ആണെങ്കിൽ 5 ടൈംസ്. ഇനി ഇതിൽ കോമൺ എന്തെങ്കിലും ഉണ്ടോ? പൊതുവായിട്ട് എന്തെങ്കിലും പോകാനുണ്ടോ? പൊതുവായിട്ട് ഒന്നും പോകാനില്ല. സോ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ HCF എന്താണ്? HCF ഈക്വൽ ടു 3 ആണ്. LCM എന്താണ്? LCM 3 ഇൻറ്റു 8 ഇൻറ്റു 5. സോ 3 ഇൻറ്റു 8 24 ഇൻറ്റു 5 120, 120 ആണ് ഇവിടുത്തെ LCM കിട്ടുക. ഇനി അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് കണക്കുകൾ ചെയ്താലോ? 36ഉം 48ഉം 36 48 എങ്ങനെ ചെയ്യും? 36 48 ഇപ്പോൾ വലിയ സംഖ്യ ആകുമ്പോൾ നമുക്ക് എന്താണ് കണ്ടുപിടിക്കാൻ ചിലപ്പോൾ നിങ്ങൾക്ക് എന്താവും? ഡൗട്ട് ആയിട്ട് വരും. ഒന്നുകിൽ 48 ആയിരിക്കും അല്ലെങ്കിൽ 48ന്റെ മൾട്ടിപ്പിൾസ് ആയിരിക്കും കേട്ടോ. സോ 36, 48. അപ്പോൾ ഇത് നോക്കുമ്പോൾ നമുക്കറിയാം എന്താണ്? 6ന്റെ മൾട്ടിപ്പിൾസ് ആണ്. ഇനി 12ന്റെ മൾട്ടിപ്പിൾസ് ആണ്. 12ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ അറിയാന്നുള്ളത്, അതിന്റെ ഗുണനപ്പട്ടി അറിയാന്നുള്ളവർക്ക്
12ന്റെ മൾട്ടിപ്പിൾ ആണെന്ന് ഈസി ആയിട്ട് പറയാൻ പറ്റും. ഇനി അതറിയില്ല, 10 വരെ നമുക്കറിയാവും, മതി, 10 വരെ അറിയാന്നുള്ള മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ മതി, നമുക്കിത് ചെയ്യാം. എന്ത് വരും? 36ഉം 48ഉം അല്ലേ? 36 48 നമുക്കിത് കണ്ടാലേ അറിയാം 6ന്റെ മൾട്ടിപ്പിൾസ് ആണ്, 6ന്റെ ഗുണിതങ്ങളാണ്. സോ 6 എടുത്തു കഴിഞ്ഞാൽ 36, 36 6 പ്രാവശ്യമുണ്ട്, 48 എത്ര പ്രാവശ്യമുണ്ട്? 8 ടൈംസ് അല്ലേ? 8 പ്രാവശ്യം പോകുന്നുണ്ട്. സോ ഇനി കോമൺ ആയിട്ട് എന്തെങ്കിലും എടുക്കാനുണ്ടോ? ഉണ്ട്, 2 കൊണ്ട് എടുക്കാം അല്ലെ? 2. അപ്പൊ ഇവിടെ എന്തൊരു 3ഉം ഇവിടെ 4ഉം വരും. ഇനി 3ലും 4ലും എന്തെങ്കിലും കോമൺ എടുക്കാനുണ്ടോ? ഇല്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഈ 6ന്റെയും 2ന്റെയും പ്രോഡക്റ്റ് ആണെന്ത്? HCF. HCF ഈക്വൽ ടു 6 × 2 ദാറ്റ് ഈസ് 12. ഇനി LCM എന്താ വരിക? ഇതിന്റെ എല്ലാം പ്രോഡക്റ്റ് അല്ലേ? 6 × 2 × 3 × 4. അപ്പൊ എന്ത് വരും? 6 × 2 12, 12 × 3 36, 36 × 4 144. 144 ആണ് ഇവിടുത്തെ LCM വരിക, 144. ഇനി ഈ 60,45 ഇതിന്റെ നോക്കിയാലോ? 60,45 നോക്കിയാൽ അത് നമുക്ക് ഇതുപോലെ എന്ത് ചെയ്യാം? ഇതിൽ നമുക്ക് പിന്നെ പെട്ടെന്ന് നമുക്ക് നോക്കിയാലോ, കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു ഡൗട്ട് വന്നു, 15ന്റെ മൾട്ടിപ്പിൾ ആണല്ലേ, 15ന്റെ മൾട്ടിപ്പിൾ ആണ്. ഇനി ഡൗട്ട് വെച്ച് നമുക്ക് നോക്കണ്ട, നിങ്ങൾക്ക് അത് കുറെ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അത് ഈസി ആയിട്ട് മനസ്സിലാവും. 15ന്റെ മൾട്ടിപ്പിൾ ആണ്. ഇനി ഇതിൽ നിന്ന് കോമൺ എടുക്കാൻ നമുക്ക് എന്ത് ചെയ്യാം? 15ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഒന്നും നമുക്കറിയില്ല, വിട്ടോ, വേണ്ട, 10 വരെ അറിയാലോ. അപ്പൊ 5ന്റെ മൾട്ടിപ്പിൾസ് അല്ലേ ഇത് വരിക? 45 ആണെങ്കിൽ 5ൽ പോവും, ഇവിടെ 60 ആയതുകൊണ്ട് 5ൽ ഉറപ്പായും പോവും. അപ്പൊ 5 എത്ര ടൈംസ് ഉണ്ട്? 12 അല്ലേ? കാരണം 6ൽ ഒരിക്കലാണ്, പിന്നെ 10ൽ 2 പ്രാവശ്യം, 12. 45ല് 9 ടൈംസ്. ഇനി ഇതെന്താണ്? 3 എടുക്കാം അല്ലെ? 3ന്റെ മൾട്ടിപ്പിൾസ് അല്ലേ 12, 9. അപ്പോൾ 3ല് 4 പ്രാവശ്യം പോകും അല്ലെ? 12ല് 4 പ്രാവശ്യം 3 ഉണ്ട്, 9ല് 3 പ്രാവശ്യം ഉണ്ട്. ഇനി 4ലും 3നും കോമൺ ആയിട്ട് എന്തെങ്കിലും എടുക്കാനുണ്ടോ? ഇല്ല. അപ്പോൾ ഈ 5ന്റെയും 3ന്റെയും പ്രോഡക്റ്റ് ആണ് എന്റെ HCF എന്ന് പറയുന്നത് കേട്ടോ. സോ 5 × 3 ദാറ്റ് ഈസ് 15. ആൻഡ് LCM എന്ത് വരും? LCM എന്ന് പറയുന്നത് ഇതിന്റെ മൊത്തത്തിലുള്ള പ്രോഡക്റ്റ് ആണ്. 5 × 3 × 4 × 3. ഓക്കെ, 5 × 3 × 4 × 3 ആണ് ഇതിന്റെ LCM വരിക. സോ ഇത് നിങ്ങൾ എന്ത് ചെയ്യുക? ഇത് മൾട്ടിപ്ലൈ എന്ത് ചെയ്യാം? ഇതിന്റെ LCM നമുക്ക് നിങ്ങൾ കണ്ടുപിടിച്ചോളൂ. നിങ്ങൾക്ക് കണ്ടുപിടിക്കാനായിട്ടൊരു ഓപ്ഷൻ തരുന്നു, എന്ന് നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, LCM നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്ത് കണ്ടുപിടിക്കും. ശരി, അപ്പോൾ ഇതൊക്കെ ചെയ്തു വരുമ്പോൾ നമുക്ക് വേറൊരു കോൺസെപ്റ്റ് ഇവിടെ വരുന്നുണ്ട്. നോക്കൂ, രണ്ട് നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ്, രണ്ട് നമ്പേഴ്സ് എയും ബിയും ആണെങ്കിൽ ആ നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്, അതിന്റെ ഗുണനഫലം എന്ന് പറയുന്നത് അതിന്റെ ലസാഗുവിന്റെയും ഉസാഖയുടെയും ഗുണനഫലത്തിന് ഈക്വൽ ആയിരിക്കും. രണ്ട് നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? എ ബി, അതായത് എ ഇൻറ്റു ബി ആണെങ്കിൽ അത് ആ നമ്പേഴ്സിന്റെ ലസാഗുവിന്റെയും ഉസാഖയുടെയും പ്രോഡക്റ്റിന് ഈക്വൽ ആയിരിക്കും കേട്ടോ, ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഈ ഒരു കാര്യം കൂടെ എന്ത് ചെയ്യുക? ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ രണ്ട് നമ്പേഴ്സ് തന്നിട്ടുണ്ട്, അതിന്റെ ലസാഗു തന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? നമുക്ക് എളുപ്പത്തിന് അതിന്റെ ഉസാഖ എന്ത് ചെയ്യാം? കണ്ടുപിടിക്കാം. അതിന്റെ ഉസാഖയും നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ ഇതാണ് മറ്റൊരു റിലേഷൻ. ഈ റിലേഷൻ നിങ്ങൾ ഉറപ്പായി എന്ത് ചെയ്യുക? നോക്കി വെച്ചേക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ നമ്പേഴ്സ് നമ്മളിപ്പോൾ ചെയ്തില്ലേ LCM, ഇത് തന്നെ നോക്കൂ. 4 × 6 എന്ത് വരും? 24 അല്ലേ? 24 വരിക. ഇവിടെ നോക്കൂ, LCM 12 ആണ്, HCF 2 ആണ്. അപ്പൊ 12 × 2 എന്താണ്? 24 അല്ലെ? 12 × 2 24. ഇനി ഇവിടെ 8 × 12, 8 × 12 എന്താ വരിക? 10 പ്രാവശ്യം, 10 × 8 80, 2 × 8 16, അപ്പൊ 96 ആണ് വരിക. സോ 8 × 12 96 ആ വരിക. അപ്പോൾ ഇത് നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ് ആയല്ലേ, സംഖ്യകളുടെ ഗുണനഫലമായി. ഇനി LCM HCF എന്താ? 4ഉം 24ഉം ആണ്. അപ്പോൾ ഇത് ഗുണിച്ചാൽ 4 × 20 എന്ന് പറയുന്നത് 80 ആണ്, 4 × 4 എന്ന് പറയുന്നത് 16 ആണ്. 20 × 4 80ഉം 4 × 4 16ഉം, 80ഉം 16ഉം 96. നോക്കൂ, LCM-ഉം HCF-ഉം ഗുണിച്ചതല്ലേ, അതുപോലെ ആയിരിക്കും എന്ത് ചെയ്യുക? ഇതിലെല്ലാം വരിക കേട്ടോ. ഇതിലെല്ലാം അതുപോലെയാണ് നിങ്ങൾക്ക് കിട്ടുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞ നമ്മൾ 6 ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ ഐഡിയ കിട്ടും. രണ്ട് നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് അതിന്റെ LCM-ന്റെയും HCF-ന്റെയും പ്രോഡക്റ്റിന് ഈക്വൽ ആയിരിക്കും കേട്ടോ, ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലായല്ലോ.